ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് രണ്ടും എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? ശരിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു ലേണിംഗ് ആണ്. പക്ഷെ പല ആൾക്കാർക്കും ഇഷ്ടം നല്ല എക്സ്പീരിയൻസുകൾ മാത്രമാണ്. ബിറ്റർ എക്സ്പീരിയൻസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് അത് ഒഴിവാക്കി പോകും. ഉദാഹരണത്തിന് നമ്മളൊരു ജോലിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസുകൾ നമുക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ 2-3 എണ്ണമായിരിക്കും വരുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മളവിടെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. അവിടെ നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോകും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്ക് ഓൾ എക്സ്പീരിയൻസസ് ആർ ലേണിങ്സ്. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലേണിങ്ങുകൾ എന്ന് പറയുന്നത് യാതൊരു സംശയം വേണ്ട, അത് എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ലേണിംഗ് ഉണ്ടാവും, മോശം എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ലേണിംഗ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ രണ്ടിൽ നിന്നും പഠിക്കാൻ തയ്യാറാവണം. എസ്പെഷ്യലി ഒരു കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കരിയർ ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കരിയറിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവരെല്ലാവരും 2 ടൈപ്പ് എക്സ്പീരിയൻസുകളിൽ കൂടിയും കടന്നു പോകാനായിട്ട് തയ്യാറാവണം. പിന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി, നമുക്കൊരു സക്സസ് ഉണ്ടായി. ആ സക്സസ് ഉണ്ടായി കഴിയുമ്പം സാധാരണ ഭയങ്കര ആവേശമായിട്ട് മാറും. പക്ഷേ ആ സക്സസ് എങ്ങനെ വന്നു എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. ഏത് വിജയം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആ സക്സസ് ഉണ്ടായത്? ആ സക്സസിന് പുറകിൽ ചിലപ്പോൾ ഒരു എഫേർട്ട് ഉണ്ടാവാം. ചിലപ്പം ഒരു എഫേർട്ട് ഇല്ലാതെ വന്നൊരു സക്സസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് എ കോയിൻസിഡൻസ്, അല്ലെങ്കിൽ ഒരു ചക്കയിട്ടപ്പം മൊയിൽ വീണ പോലെ അങ്ങനെ വന്നൊരു റിസൾട്ട് മാത്രമായിരിക്കും. അതൊരിക്കലും സസ്റ്റൈനബിൾ അല്ല, അതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എഫേർട്ട് എന്താണ് ഓരോ വിജയത്തിൻ്റെയും പുറകിൽ ഉണ്ടായിരുന്നത്, അത് നമ്മൾ ചിന്തിക്കണം, അതിനെ അനലൈസ് ചെയ്യണം, എന്നിട്ട് അതിനെ വീണ്ടും കറക്റ്റ് ചെയ്യണം. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എ ബിറ്റർ എക്സ്പീരിയൻസ്, ഒരു മോശം അനുഭവം ഉണ്ടായി, പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? അത് എന്തുകൊണ്ടുണ്ടായി എന്ന് പഠിക്കുകയും അത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പഠിക്കുകയും അത് ഇനിയും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസുകളുടെ ആകെത്തുകയാണ് ശരിക്കും നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ആര് എന്ന് തീരുമാനിക്കുന്നതും നമ്മൾക്ക് എന്ത് വാല്യൂ ഉണ്ടെന്ന് തീരുമാനിക്കുന്നതും ഈ എക്സ്പീരിയൻസുകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഒരിക്കലും ഒരു ബിറ്റർ എക്സ്പീരിയൻസിനെ നിങ്ങൾ ഭയക്കരുത്, ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്നും ഓടി ഒളിക്കരുത്. അതും നമ്മുടെ ജീവിതത്തിൽ ഒരു ലേണിംഗ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസുകൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസുകൾ, അതിൽ നിന്ന് എന്ത് ലേണിംഗ് ഉണ്ടായി. അതൊരു പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും കരിയറിൽ ഒരുപാട് ഗുണം ചെയ്തേക്കാം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ ആരാണെന്നല്ലേ? എൻ്റെ പേര് നിതിൻ കൃഷ്ണൻ എന്നാണ്. ഞാനൊരു ജോലി റിസൈൻ ചെയ്തിട്ട് കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തിട്ട് 2016 ട്രെയിനിങ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഇറങ്ങി, കോർപ്പറേറ്റ് ട്രെയിനിങ് രംഗത്തേക്ക് ഇറങ്ങി. ഇന്നിപ്പോൾ 2 സ്ഥാപനങ്ങൾ ഉണ്ട്, ടാലൻറ്റസ് HR സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ടാലൻറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സ്ഥാപനവും മറ്റൊന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനവുമാണ്. അപ്പോൾ ആ ടാലൻറ്റസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ഇപ്പോൾ. ഇത് കൂടാതെ വൈഫോട്ട് ചേർന്നിട്ട് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അതൊരു ഗ്രോയിങ് സ്റ്റേജിലാണ്, ശ്രുതി സിഷി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്. അപ്പോൾ ഇവിടെയെല്ലാം, അതായത് ഞാൻ ഈ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ ഇതുവരെ, ഇപ്പോൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ മുതലുള്ള അതുവരെയുള്ള എക്സ്പീരിയൻസുകൾ, അതിൽ നിന്നും പഠിച്ച ലേണിങ്ങൾ, അത് ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ, നിതിൻ കൃഷ്ണ എന്ന് പറയുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് എല്ലാം കിട്ടും. എവിടെയെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.